ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാന്ന് നോക്കാം. അതിനായിട്ട് പേജ് ലേഔട്ട് മെനു എടുക്കാം. നമ്മുടെ വേഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം പേജ് ലേഔട്ട് മെനു എടുക്കാം. അതിൽ പേജ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. പേജ് ബാക്ക്ഗ്രൗണ്ടിൽ പേജ് കളർ കൊടുക്കാം. അപ്പോൾ പേജിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു. ഇനി നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നോ കളർ കൊടുക്കുകയാണെങ്കിൽ നോർമലിലേക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വരും. മോർ കളേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാൻഡേർഡ് കളേഴ്സ് സെലക്ട് ചെയ്യാം. കസ്റ്റം കളർ ആണെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഏതെങ്കിലും ഇപ്പോൾ ബ്ലൂവിൻ്റെ വേരിയേഷൻ ആണെങ്കിൽ ബ്ലൂ കളർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നോ കളർ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ആക്കാനായിട്ട്. ഇനി നമുക്ക് ഫിൽ എഫക്ട്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഫിൽ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. പേജ് കളറിൽ ഡ്രോപ്പ് ഡൗൺ ആരോ എടുത്തിട്ട് ഫിൽ എഫക്ട്സ് എടുക്കാം. ഫിൽ എഫക്ട്സ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഗ്രേഡിയൻ കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടതെങ്കിൽ ഗ്രേഡിയൻ്റ് എടുത്തു. 2 കളർ വേണമെങ്കിൽ 2 കളർ എടുത്തു. ഇവിടെ നമുക്ക് കളർ 1 ഉണ്ട്. കളർ 1 വൈറ്റ് ആണ്, അത് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. കളർ 2 ബ്ലാക്ക് ആണ്, അത് മാറ്റി കൊടുക്കാം. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഷെയ്ഡിങ് സ്റ്റൈൽസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ, ഡയഗണൽ അപ്പ്, ഡയഗണൽ ഡൗൺ, ഫ്രം കോർണർ, ഫ്രം സെന്റർ. നമുക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ട്രാൻസ്പെറൻസി ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ 0% ആണ് എടുക്കുന്നത്, അത് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അതാ പേജ് കളറിൽ തന്നെ ഫിൽ എഫക്ട്സ് എടുക്കാം. നമുക്ക് പ്രീസെറ്റ് കളർ ആണെങ്കിൽ പ്രീസെറ്റ് എടുക്കാം. ഏതാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെർട്ടിക്കലാണ് കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ. ഇനി ടെക്സ്റ്റർ ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്രേഡിയന്റിന് പകരം ടെക്സ്റ്റർ എടുക്കാം. ടെക്സ്റ്റർ എടുത്തു. ഏത് ടെക്സ്റ്റർ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റർ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് പാറ്റേൺ ആണ് വേണ്ടതെങ്കിൽ പാറ്റേൺ എടുക്കാം. പാറ്റേൺ എടുത്തു. ഇനി നമുക്ക് പിക്ചർ ആണ് വേണ്ടതെങ്കിൽ ഫിൽ എഫക്ട്സിൽ പിക്ചർ എടുക്കാം. സെലക്ട് പിക്ചർ എടുക്കാം. നമ്മുടെ പിക്ചർ ഏതാണോ ആ പിക്ചർ സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് പറയാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പിക്ചർ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ വേറെ ഒരുപാട് വേറെ പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഷേപ്സോ ഏതാന്ന് വെച്ചാൽ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വലിയ ഫോട്ടോസോ മറ്റോ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. നമ്മുടെ പിക്ചർ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. നമുക്കിത് ഓഫാക്കാനായിട്ട് നമ്മൾ പേജ് കളറിൽ തന്നെ പോയിട്ട് നോ കളർ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർസ് കൊടുക്കാം. അതുപോലെ തന്നെ മോർ കളേഴ്സ്, ഫിൽ എഫക്ട്സിലാണെങ്കിൽ ടെക്സ്ചർ, ഗ്രേഡിയൻ കളർ, പാറ്റേൺ, പിക്ചർ എല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.